പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രൈസ് ഗോഡ്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. ഐസായ ചാപ്റ്റർ 6 വേഴ്സ് 8. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അതാരാ പറഞ്ഞത്? യെശയ്യാവ് അല്ലേ? നിങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ദൈവമേ എന്നെ ഉപയോഗിക്കണമേ, കർത്താവേ എന്നെ അയക്കണമേ. യെശയ്യാവ് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? വളരെ അത്ഭുതകരമാർന്ന പ്രയറാണ് അതൊക്കെ കേട്ടോ. എന്നാൽ എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആ പ്രിമച്വർ ടൈമിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ ആരും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഏതാണ്ടൊക്കെ വലിയ കാര്യത്തിന് വേണ്ടിയൊക്കെ ദൈവം എന്നെ ഉപയോഗിക്കുമെന്നാണ്. അപ്പം കർത്താവെ, ഞാൻ എന്തോ ചെയ്താലും നീ എൻ്റെ കൂടെ ഇരിക്കണേ, എൻ്റെ വശത്ത് നീ കാണണമേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ പറയട്ടെ, ഹിയർ ഐ ആം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത ഒരു സന്ദർഭം നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടോ? വാട്ട് ഇഫ് ഐ ഇൻ മൈ ഓൺ പവർ ആം നോട്ട് യൂസബിൾ? ദൈവമക്കളെ, യേശു കർത്താവുമായിട്ട് ഈ റീസെൻ്റായിട്ടുള്ള ഏതെങ്കിലും പ്രാർത്ഥനയിൽ നിങ്ങൾ വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ചെയ്യുന്നതിലും പ്രവർത്തിക്കുന്നതും പോകുന്നതിലുമൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലും യേശുവിനെ ഇൻവൈറ്റ് ചെയ്തിട്ടാണോ നമ്മൾ പോകുന്നത്? അവൻ നമ്മോടൊപ്പം മൂവ് ചെയ്യുന്നുണ്ടോ? ഒത്തിരി ശക്തിയേറിയ കമാൻഡ്സ് യേശു തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്തോ? ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക അല്ലേ? യേശു കർത്താവ് പത്രോസിനോട് ചോദിച്ചില്ലേ, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുവോ? കുഞ്ഞാടുകളെ മേയ്ക്കുക അല്ലേ? യേശു കർത്താവ് പറഞ്ഞിട്ടില്ലേ, എബൈഡ് ഇൻ മീ. നാം അവനിൽ വസിച്ചാൽ, അവൻ നമ്മിൽ വസിച്ചാൽ എന്തു പറ്റും? നമുക്ക് ഫലം കായ്ക്കാൻ പറ്റും. അപ്പോൾ കർത്താവെ, ഫലം കായ്ക്കാൻ എന്നെ ഉപയോഗിക്കണമേ. എന്താ കർത്താവെ എന്നെ ഉപയോഗിക്കാത്തത്? എന്തുകൊണ്ടാണ് എന്നിൽ നല്ല ഫലങ്ങൾ കായ്ക്കാത്തത്? ഇതൊക്കെ നമുക്ക് കർത്താവിനോടുള്ള കോൺവെർസേഷനിൽ ഉൾപ്പെടുത്താവുന്ന കാര്യമാണ്. കാരണം നമുക്കറിയാം നമ്മുടെ കർത്താവ് വഴിയും സത്യവും ജീവനും ആകുന്നു. ജീസസ് വാസ് ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അനേകർ ചർച്ചിൽ പോകുന്നവരാ അല്ലേ? ചർച്ചിൽ പോകുന്ന അനേകരുണ്ട്, ചർച്ച് ഗോവേഴ്സ്. അവർക്കോടൊക്കെ ചോദിച്ചാൽ അവരൊക്കെ യേശു കർത്താവിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയും. പല കാര്യങ്ങളും അവർ ഷെയർ ചെയ്യും. നമുക്കും യേശുവിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അറിയാം. അവൻ്റെ വേല ചെയ്യുവാൻ തക്കൊണ്ട് നാം ഒരുക്കമാണെന്ന് നാം വേണമെങ്കിൽ പറയും. പക്ഷെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവപൈതലിൽ ഞാൻ ചോദിക്കട്ടെ, നാം വാസ്തവമായി അവൻ്റെ ഒരു ശിഷ്യയാണോ? നമ്മൾ അനേകരെ ശിഷ്യരാക്കുന്നതിന് മുമ്പ് നാം ശിഷ്യരാണോ ഇല്ലയോ എന്ന് നാം ഒന്ന് നമ്മോട് തന്നെ ചോദിക്കണം. യേശു കർത്താവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സാണ് നാം ഇപ്പോൾ ഈ ഭൂമിയിലായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മിൽ തന്നെ ആദ്യം ഒരു ഉണർവുണ്ടാകണം. ദൈവത്തിന് അറിയണം നമ്മൾ അവൻ്റെ സ്നേഹം എത്രമാത്രം രുചിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വേണം നാമും കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അനുസരിച്ച് നമ്മെ കർത്താവിന് തനിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ. ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. 1 പത്രോസ്, നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്, ഞാൻ തന്നെ ഈ ലൈനിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ വാക്യം ഇങ്ങനെ, 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ്ത്താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ സമയത്ത് ഇപ്പം ഏത് കാര്യം ഓർത്താ വറി ചെയ്യുന്നു? എന്നോട് ചോദിച്ചാൽ എൻ്റെ മനസ്സിലിപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ചൊരു വറിയുണ്ട്. ആരും പെർഫെക്റ്റ് അല്ല അല്ലേ? പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ, ഹൃദയത്തിൽ ചില ശൂന്യതകളും ചില വറിയുടെ വിഷയങ്ങളും ഉണ്ട്. ഞാൻ പറയട്ടെ, നിന്നെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത് ഏത് വിഷയമാണ്? അതെല്ലാം വന്ന് നിന്നെ അങ്ങ് തിക്കി തിരക്കുന്നതിന് മുമ്പ് നീ തന്നെ ഒന്ന് ഓർത്തേ. പ്രൈസ് ഗോഡ്. അത് കളഞ്ഞതിന് ശേഷമേ മുന്നോട്ടിനിയും
ഓരോ സ്റ്റെപ്പും വെക്കാവുള്ളൂ കേട്ടോ. നിന്നെ തന്നെ താഴ്മയോടെ ആയിരിക്കുക. അവൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കുക. അപ്പോൾ അവൻ നമ്മെ തക്ക സമയത്ത് അങ്ങ് ഉയർത്തും. എല്ലാം അവൻ്റെ മേലിട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്തിനാ കുഞ്ഞെ ഈ ഭാരമെല്ലാം കൂടെ ചുമക്കുന്നത്? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ ഈ കമാൻഡ് വളരെ ഈസിയാണ്. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം പറയട്ടെ. ചില സമയം ചില വിഷയങ്ങൾ എന്നെ ഭാരപ്പെടുത്തുമ്പോൾ ഞാൻ എവിടെയെങ്കിലും ഓടി വിളിക്കും. കുറച്ചേറെ നേരം ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് കരയും. ആ കരയുമ്പോഴൊക്കെ ഞാൻ എൻ്റെ യേശു കർത്താവിനോട് മിണ്ടിക്കൊണ്ടായിരിക്കുന്നത്. എനിക്കറിയാം, ഹീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മൈ തിങ്സ്. എൻ്റെ കാര്യങ്ങളിൽ അവന് ഇൻട്രസ്റ്റ് ഉണ്ട്. എന്നെ യഥാസ്ഥാനത്താക്കുവാൻ അവന് താല്പര്യമുണ്ട്. അങ്ങനെ നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, നമുക്കവനോട് പറ്റിച്ചേർന്നിരുന്ന് അവൻ്റെ വലങ്കരം നമ്മെ താങ്ങുന്നതും നമ്മെ ആശ്വസിപ്പിക്കുന്നതും നമ്മെ ഉയർത്തുന്നതും നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. അല്പസമയം കഴിഞ്ഞ ശേഷം നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ബേർഡനും ഇല്ലാതായിരിക്കും എഴുന്നേറ്റ് പോകുന്നത്. ഈ വചനസത്യത്തിനകത്തൊക്കെ ഉള്ള സീക്രട്സ് ഒന്ന് അൺലോക്ക് ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പറ്റുമോ? എങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഒരു ട്രൂ കണ്ടൻമെൻറ്റ് നമുക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം പറയുന്നത് എന്തുവാ? ബലമുള്ള കൈക്കീഴ് താണിരിക്കണം. അപ്പം ആങ്സൈറ്റിയും ഹ്യൂമിലിറ്റിയും നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടും റിയാലിറ്റിയാണ്. പക്ഷേ ഈ ആങ്സൈറ്റിയും ഹ്യൂമിലിറ്റിയും രണ്ടും കോൺട്രഡിക്റ്ററി റിയാലിറ്റീസാണ്. രണ്ടും ഒരുപോലെ പോകുന്നതല്ല, അല്ലേ? ഒന്നിൻ്റെ പ്രസൻസിൽ മറ്റേത് നിലനിൽക്കത്തില്ല. ഞാൻ പറയട്ടെ, കർത്താവ് എല്ലാ കാര്യത്തിലും നമ്മുടെ കാര്യങ്ങൾ ലെറ്റ് ഹിം ടേക്ക് കൺട്രോൾ ഓഫ് എവറിത്തിങ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ താഴ്മയെന്ന് പറഞ്ഞാൽ ശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നാം നമ്മെ തന്നെ ഒന്ന് സബ്മിറ്റ് ചെയ്യുക. ഹൗ ഈസ് യുവർ ഗോഡ് കോംപ്ലെക്സ് ടുഡേ? ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഈസ് യുവർ വറി ഈസ് ഗോഡ് ഓർ ആർ യു സ്റ്റിൽ ട്രൈങ് ടു ബി? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ബലമുള്ള കൈ അവൻ തക്ക സമയത്തെന്ന് പറഞ്ഞാൽ ഇൻ ഡ്യൂ ടൈം അവൻ നമ്മെ ഉയർത്തും. നമ്മൾ വിചാരിക്കുന്ന സമയത്തായിരിക്കത്തില്ല. പ്രൈസ് ഗോഡ്. അങ്ങനെ നമ്മുടെ ദൈവം സത്യം മാത്രം പറയുന്ന ദൈവമാണെങ്കിൽ കർത്താവ് പറഞ്ഞ ഈ അമേസിംഗ് ആയിട്ടുള്ള വചനം ഒന്നനുസരിക്കാൻ മേലെ വിത്ത് ഗ്രേറ്റ് ഹ്യൂമിലിറ്റി എന്ത് ചെയ്യണം കുഞ്ഞെ? നിൻ്റെ എല്ലാ ഭാരവും അവൻ്റെ മേലെ ഇടണം. ഒരിക്കൽ മാത്രമല്ല, അതൊരു പ്രോസസ്സാണ്. ഡെയിലി അത് നമുക്ക് ചെയ്യണം. കാരണം ഓരോ ദിവസം ഓരോ ഭാരങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, മൊമെൻറ്റ് ബൈ മൊമെൻറ്റ് നാം ചെയ്തുകൊണ്ടിരിക്കണം. ആരുടെ മുമ്പിൽ? ശക്തിയുള്ള നല്ലവനായ നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ. എല്ലാ സാഹചര്യങ്ങളിലും നമുക്കപ്പോൾ ഒരു ജയം പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് താഴ്ത്താമേ. ലെറ്റ്സ് പുട്ട് ദ വറി ദാറ്റ് യു ഐഡൻറ്റിഫൈഡ് ഏർലിയർ ത്രൂ ദിസ് ടെസ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഏതാണ് നിങ്ങളെ ഭാരപ്പെടുത്തിയിരിക്കുന്ന വിഷയം എന്നൊന്ന് ഓർക്കാൻ. എന്നിട്ട് ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? ഈസ് ഗോഡ് സ്റ്റിൽ ഗോഡ് ഓർ ഈസ് ഹി നോട്ട്? ഈസ് ഹി ഏബിൾ? ഈ ചോദ്യം ചോദിക്കണം. നമ്മുടെ ദൈവം എപ്പോഴും ദൈവം തന്നെയല്ലേ? അവന് ശക്തിയില്ലേ? എന്താ നിൻ്റെ ഉത്തരം? ഈസ് ഗോഡ് ഗുഡ് ഓർ ഈസ് ഹി നോട്ട്? ഡസ് ഹി കെയർ അബൌട്ട് യു? ദൈവം നല്ലവനാണോ അതോ അല്ലയോ? ഉത്തരം പറ. ഉത്തരം മനസ്സിൽ തന്നെ പറഞ്ഞോണം. വാട്ട് ഈസ് യുവർ റെസ്പോൺസ്? അങ്ങനെയാണെങ്കിൽ നിൻ്റെ റെസ്പോൺസ് എന്തായിരിക്കും? എല്ലാ ഭാരവും സന്തോഷത്തോടെ അവൻ്റെ മേലിട്ടിട്ട് നമ്മൾ പറയുന്ന പോലെ കൈയും വീശി അങ്ങ് നടക്കണം. അതിന് നിങ്ങളെ ഓരോരുത്തരെയും സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ നാളുകളിൽ ആവർത്തിച്ച് കേൾക്കുന്നല്ലോ, ഞങ്ങളുടെ ഭാരം നിൻ്റെ മേലിട്ട് കൊള്ളുവാൻ, നീയുമായിട്ട് ആഴമേറിയ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുവാൻ, ആ റിലേഷൻഷിപ്പിൽ നീയുമായിട്ടുള്ള ഞങ്ങളുടെ അടുപ്പമൊന്ന് വർദ്ധിക്കുവാൻ, ഞങ്ങളുടെ വിശ്വാസമൊന്ന് വർദ്ധിക്കുവാൻ, സകല ഭാരവും നിൻ്റെ മേലിട്ടുകൊണ്ട് സന്തോഷത്തോടെ ജയത്തോടെ മുന്നോട്ട് ചെയ്യുവാൻ ആവശ്യമാകുന്ന സ്വർഗീയ കൃപ നീ ഞങ്ങളുടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമാകുന്ന കൃപ അത് ഞങ്ങളുടെ മേൽ പകരുമാറാകണം. നീ തന്നെ വഴിയാ, നീ തന്നെ സത്യമാ, നീ തന്നെ ജീവന.
അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവനായ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ്.